ഡാ ഇനി എന്താക്കി വെച്ചതാടാ ഈ അകയല്ലോ ഇതെന്താക്കി വെച്ചതാ ഈ റൂമിൽ എന്താ ചിത്രം വരച്ച് വെച്ചിക്ക് ഓരോന്നിങ്ങ ഒരു പൊരയെല്ലാം വെടിപ്പെടുത്തിടാനായിട്ട് ഒന്ന് പോയാച്ച ഇത് എന്റെ വീടല്ലേ. എന്ത് ഇന്റെ വീട് ഇന്റെ മൂത്തച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായത്. ഇന്റെ അമ്മ പറഞ്ഞ എന്താ ഇത് ഇന്റെ വീടാന്ന് ഓരോന്ന് ചെക്കനോട് പറഞ്ഞു കൊടുക്കുന്നോള്. ഇതെന്താ എന്റെ മോള് നിലത്ത് വരക്കുന്നേ? അച്ഛമ്മ എന്റെ മോള് നിലത്താ വരക്കുന്ന. അച്ഛമ്മ പേപ്പർ എടുത്തേട്ടെ. മോളില് വരച്ച നല്ല മോളല്ല ഇതാ. ഞാനില്ല ഭിത്തിമില്ല വരക്കുന്നിടത്ത് അച്ഛമ്മ എന്തെല്ലോ പറഞ്ഞു അയോമേച്ചില്ല ഇവിടെ നിലത്ത് വരക്കുന്നിടത്ത് അയോമേച്ചിക്ക് പേപ്പർ വരെ എടുത്തു കൊടുത്തു. ആ അച്ഛമ്മ ഇങ്ങനെ എന്നെ മാത്രം ചീത്ത പറയുന്നത്. അത് സാരില്ല, അങ്ങനൊന്നുമില്ല. നമുക്കില്ലേ അച്ഛനോട് വിളിച്ചറിയാ മോനൊരു ഭിത്തിയിലൊന്നും വരക്കണ്ടേ. ഇത്ര കാലം പണിയും വെച്ചിട്ട് ഓള് നല്ലോണം കാത്തു പോയി കിടന്ന് കട്ടുമെന്ന് കാല് നീട്ടിട്ട് ഫോണ് കാണുന്ന നോക്ക്. ഇവിടെ നേരം പോലത്തെ എന്തെല്ലാം പണിയുണ്ട്. മിറ്റടിക്കുവാനും തിരുമ്പുവാനും തുടക്കുവാനും പാത്രം കവുവാനും എന്തെല്ലാം പണിയുണ്ട് ഇവിടെ എടുക്കുക. ഇവിടെ എന്താ ഞാനുണ്ടല്ലോ എടുക്കുക. ഇവിടെ എന്ത് പണിയാ? ഇവിടെ ഞാൻ തന്നെ എല്ലാം അങ്ങ് എടുത്തോളാം. ഞാൻ അടിച്ചു തരാം. മാണ്ട ഇനി അടിക്കണ്ട. ഇത്രയും വരെ ഞാൻ അടിച്ചിക്കില്ല. ഇനി എനക്കറിഞ്ഞൂടെ അടിക്കുന്നേ ഞാനങ്ങ് അടിച്ചോളൂ. വേണ്ട, ഞാൻ അടിച്ചു തരാം. ഇങ്ങെടുക്ക് എന്നാ എല്ലാളെ വിനീഷ് വിളിച്ചിക്കാ? ഇപ്പൊ വിളിച്ച്. ചായ അതാ ഞാൻ എടുത്തു വെച്ചിട്ട് എന്നാ ഇനി പോയി കുടിച്ചാ. അഞ്ഞി പോലെ എനിക്കൊന്ന് കേക്കണ. ഞാനിങ്ങനെ അതിലൂടെ നടന്നു വരുമ്പോ ഈ പിന്നെ ജിത്യ ഫോണ് വിളിക്കുന്നത് ഞാൻ ഒന്നര നല്ലോണം കേട്ട് നോക്കുമ്പോ എന്താ നമ്മളെ ഇന്നെ കൊണ്ടല്ലേ ഓളെ അമ്മേനോട് തീർത്തും കുറ്റം പറഞ്ഞു കൊടുക്കുന്നേ. ഇനി ഒരു പണിയും എടുക്കാണ്ട് ആത്തുകാരി കുത്തൻ്റെ ഫോണ് കാണുന്നു, സകല പണി ഓള എടുക്കുവാന്നു, ഇനി ഒരൊറ്റ പണിയും എടുക്കൂല പോലെ എല്ലാം ഓള് എടുക്കുവാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഞാൻ ചേട് കൊടുത്ത് ഇതാരെ കൊണ്ടാ പറയുന്നതെന്ന് നോക്കുമ്പോ ഇന്നെ കൊണ്ടല്ലേ തീർത്തും പറയുന്നേ. ഒരു പണി ഇനി എടുക്കൂല എന്നാ അവള് തീർത്തും പറഞ്ഞു കൊടുക്കുന്നേ ഓളെ അമ്മേനോട്. ശരി, ഞാനൊന്ന് ഓളോട് ചോദിക്കട്ടെ. ചായ എടുത്ത് കുടിച്ചു തന്നിട്ട് പോയിട്ട്. എന്നാലും ചിത്തി ഇഞ്ചടുത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. എന്താ പ്രശ്നം? ഇനി തിരിച്ച് അമ്മേന്റെ കൂടെയല്ല എന്റെ കുറ്റം വിളിച്ച് പറഞ്ഞു കൊടുത്തേ. അയ്യോ, ഇതാരോ ചേച്ചിനോട് പറഞ്ഞേ? പറഞ്ഞതാരോ ആയിക്കോട്ടെ, ഞാനും എന്റെ അനിയന്റെ ഭാര്യയായിട്ടില്ല, എന്റെ സ്വന്തം അനിയത്തിനെ പോലെ ഞാൻ കണ്ടേ. എന്റെ ധ്യാനമാണേ സത്യമായിട്ട്. ഞാനൂനെ ഒന്നും പിടിച്ച് ഇനി സത്യമായിട്ട് ബുദ്ധിമുട്ടണ്ട, നിനക്കറിയാം. ഇല്ല ചേച്ചി, ഒന്ന് എന്നെ വിശ്വസിക്കുക. അതിന് നമ്മളുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ ചേച്ചിന്റെ കുറ്റം വിളിച്ച് പറയേണ്ട കാര്യം? അതന്നെ എനക്കും ഇങ്ങോട്ട് ചോദിക്കാനുള്ള. ഞാനും ഇനി തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ ഞാൻ തിരിച്ച വീട്ടുകാരെ വിളിച്ചിട്ട് എന്റെ കുറ്റങ്ങൾ തീർത്തും പറഞ്ഞു കൊടുക്കുന്നേ. ഞാൻ പറഞ്ഞിട്ടില്ല ചേച്ചി, സത്യമായിട്ടോ. ഇനി സത്യമായിട്ട് ബുദ്ധിമുട്ടണ്ട. ഇത് ആരോട് പറഞ്ഞാ ഞാൻ?